അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത്, ഹജ്ജിന് മാത്രമല്ല ഉംറയ്ക്കും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ പതിവായിട്ട് നമ്മൾ ചെയ്യാറുള്ളതും പൊതുവെ വിശ്വാസികളെല്ലാവരും ചെയ്യാറുള്ളൊരു കാര്യമാണ് ആളുകളെ ചെന്ന് കണ്ട് യാത്ര പറയുക എന്നുള്ളതിലുപരിയായിട്ട് പൊരുത്തപ്പിടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഇത് എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൽ നമ്മൾ മലയാളികൾക്കിടയിൽ വ്യാപകമായിട്ടുള്ളൊരു കാര്യമാണ്. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതിന് മുമ്പ് നമ്മൾ ആരോട്ടൊക്കെ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പോയി പറഞ്ഞ് പൊരുത്തപ്പിടിക്കുക, അതുപോലെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് തീർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ കടബാധ്യതകളും മറ്റുമൊക്കെ വെച്ച് കൊണ്ട് അത് കൊടുത്തു വിട്ടാൽ നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുക എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പിടിക്കുക എന്നൊക്കെയുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹജ്ജിനും ഉംറയ്ക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. എന്തുകൊണ്ട് ഹജ്ജിനും ഉംറയ്ക്ക് മാത്രം മുന്നോടിയായിട്ട് നമ്മളിങ്ങനെ ഒരു പൊരുത്തപ്പിടിക്കൽ അല്ലെങ്കിൽ ഇടപാട് തീർക്കൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമസ്കരിക്കുന്നവരാണ്, സ്ഥിരമായിട്ട് നമസ്കരിക്കുന്നു. അപ്പോൾ നമസ്കാരത്തിൽ ഇങ്ങനെ ഒരു പൊരുത്തപ്പിടിക്കലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമസ്കരിക്കുന്നത്. പക്ഷേ നമ്മൾ ഹജ്ജും ഉംറയും അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ പ്രതിഫലം, പ്രയോജനം പരലോകത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് പോയിട്ട് ഹജ്ജും ഉംറയും ചെയ്താൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് ഇബാദത്തുകളുടെ കാര്യത്തിൽ, മറ്റ് സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് പൊതുവെ വരുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളിപ്പോൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഷർത്തുകൾ, ഫർളുകൾ, റുക്നുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ഉള്ളൊരു നടപ്പ് ശീലം, അതൊരു നല്ല ശീലമാണ്, അത് തെറ്റാണെന്നൊന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഹജ്ജിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, സുന്നത്തുകൾ എന്നുള്ളതിൽ പോലും അങ്ങനെ പ്രത്യേകം എടുത്ത് പരാമർശിക്കുന്ന ഒരു കാര്യമല്ല ഈ പറഞ്ഞ രീതിയിൽ ചെന്ന് പൊരുത്തപ്പിടിക്കുക, യാത്ര പറയുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നിട്ട് നമ്മളത് ചെയ്യുന്നത്, നമ്മൾ മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധം ശരിയല്ല എങ്കിൽ, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ ശരിയല്ല എങ്കിൽ പിന്നെ പടച്ചവനുമായിട്ടുള്ള ഇടപാട് മാത്രമായിട്ട് നന്നാക്കുന്നതിൽ കാര്യമില്ല. അള്ളാഹു അത് സ്വീകരിക്കില്ല. അപ്പോൾ തൗബയുടെയൊക്കെ നമ്മൾ ഒരു പശ്ചാത്താപം, അതിൻ്റെയൊക്കെ ഉപാധികൾ പറയുന്നിടത്ത് മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാതെ അത് അള്ളാഹു പുറത്തു തരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ, അവരുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ബന്ധങ്ങൾ ഇത് ശരിയല്ലെങ്കിൽ ഹജ്ജും ഉംറയും കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഹജ്ജിന് നമ്മൾ പോകുന്നത് നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് പുതിയൊരു മനുഷ്യനായി പ്രസവിച്ച് വീണ ഒരു പുതിയ ശിശുവിനെ പോലെ പാപരഹിതരായിട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പാപരഹിതനായിട്ട് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇടപാടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർക്കണം എന്നുള്ള ഉദ്ദേശം നല്ലതാണ്. പക്ഷെ അത് എല്ലായിടത്തും, നമ്മളിപ്പോൾ ഹജ്ജിനോ ഉംറയ്ക്കോ മാത്രമല്ല, നമ്മളിന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ ഏത് നിമിഷം മരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ അമലുകൾ നമുക്ക് കൂട്ടിനുണ്ടാകും, നമ്മളെ രക്ഷിക്കും. നരകത്തിൽ പോകാതെ കാത്തു രക്ഷിക്കാൻ നമ്മുടെ അമലുകൾ ഉണ്ടാകും. ഖബറിൽ നമുക്ക് നമ്മുടെ അമലുകൾ കൂട്ടിനുണ്ടാകും എന്ന് കരുതുന്നിടത്ത് അവിടെയൊക്കെ ഈ പറയുന്ന ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു തടസ്സമായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ മനുഷ്യരുമായി പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ആരുമായിട്ടൊക്കെ വാക്കുതർക്കങ്ങളോ മോശമായ പെരുമാറ്റങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക, ഞാൻ ആരുമായിട്ടെങ്കിലും ബന്ധങ്ങളിലോ എന്തെങ്കിലും പെരുമാറ്റങ്ങളിലോ ഇടപാടുകളിലോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ,
ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ തന്നെ നേരിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ എന്നോട് പറഞ്ഞത് മോശമായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുന്ന സംസ്കാരം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. അത് ഹജ്ജിനും ഉംറയ്ക്കും മുന്നോടിയായിട്ട് മാത്രമല്ല, ജീവിതത്തിലുടനീളം പൊരുത്തപ്പെടിക്കുക എന്ന് പറയുന്നത്, അതുപോലെ ഇടപാടുകളിലും ഒക്കെ സുതാര്യതയുണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ശീലമായി, സംസ്കാരമായിട്ട് വളരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രീതിയിൽ കറകളഞ്ഞ ഒരു ജീവിതം നയിക്കാൻ, അങ്ങനെ ഒരു ജീവിതം പരിശീലിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.